മറ്റൊരു കാര്യം, ഈ വടകരയിൽ വലിയ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് അനാവശ്യ വിവാദമാണ്. ഒരിക്കലും അങ്ങനെ യൂത്ത് ലീഗ് അങ്ങനെ പറയില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഞാൻ മത്സരിച്ചപ്പോഴൊക്കെ വളരെ ആവേശത്തിൽ പ്രവർത്തിച്ചവരാണ് അവർക്ക് അങ്ങനെ ഒരു വർഗീയ ചിന്താഗതി ഇല്ല. ഒന്ന് മുസ്ലിം ലീഗിന് അങ്ങനത്തെ ഒരു വർഗീയ ചിന്താഗതി ഇല്ല, യൂത്ത് ലീഗിനും ഇല്ല. അതുകൊണ്ട് ഇതൊരു പക്ഷേ ടീച്ചർക്ക് 60,000 വോട്ടിന് കഴിഞ്ഞ തവണ ഹയസ്റ്റ് മാർജിനിൽ ജയിച്ച ടീച്ചർ തോൽക്കാൻ പോകുന്നൊരു ദുഃഖത്തിനുണ്ടാക്കിയ കഥയാണെങ്കിൽ ഇത് ദൗർഭാഗ്യകരമാണ്. ഇങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, കഴിഞ്ഞ ലോക്സഭയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ സുധാകരൻ, കെ മുരളീധരൻ, എം കെ രാഘവൻ ഞങ്ങളൊക്കെ ജയിച്ചത് പ്രധാനമായിട്ട് മുസ്ലിം കേന്ദ്രങ്ങളിലാണ്. അവരുടെ വോട്ട് കൊണ്ടല്ലേ ഞങ്ങളൊക്കെ ജയിക്കാൻ കഴിഞ്ഞ്. അവരുടെ വോട്ടും സഹായമില്ലായിരുന്നെങ്കിൽ ജയിക്കുമോ? അവർ ജാതി നോക്കിയിട്ടാണോ വോട്ട് ചെയ്തത്? മുല്ലപ്പള്ളി അവിടെ 2 തവണ വടകരയിൽ ജയിച്ചു, അത് ഞാൻ ജയിച്ചു. അതൊക്കെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ കൂടെ സഹകരണത്തോടു കൂടിയിട്ടാണ്. അവരങ്ങനെ ജാതി നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു സ്വഭാവം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുകയാണ്. പക്ഷേ ഷാഫി പറഞ്ഞു ഒരു മതത്തിൻ്റെ ഒരു പ്ലസ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോലും LDF ആരോപണം ആവർത്തിച്ചുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. ടീച്ചർക്ക് 60,000-ൻ്റെ ഹയസ്റ്റ് മാർജിൻ ജയിച്ച ടീച്ചർ ഇവിടെ തോൽക്കാൻ പോകുമ്പോൾ അതിൻ്റെ നിരാശയിൽ നിന്നുണ്ടാക്കിയ ഒരു കഥയാണത്. അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ് അല്ലേ, അവർ തെളിയിക്കട്ടെ. ഇപ്പോൾ ഗവൺമെൻറ് കേരളവും ഇല്ല, കേന്ദ്രം ഞങ്ങൾക്കില്ല. അപ്പോൾ ടീച്ചറെ ചുമതലയാണ് ആരോപണം ആര് ഉന്നയിച്ചു എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഹാജരാക്കേണ്ടത് ആരോപണം ഉന്നയിക്കുന്നവരാണ്. ഞങ്ങളിതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഒറ്റക്കാരും കൂടി, അതായത് കഴിഞ്ഞ തവണ 19 കിട്ടി, പിന്നീട് അത് 18 ചുരുങ്ങി. ഇത്തവണ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും തള്ളിക്കളയാനില്ല. അതായത് 20 നിയോജകമണ്ഡലങ്ങളുടെയും റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ ഒരിടവും തള്ളിക്കളയാനില്ല. 20 ജയിക്കുന്നതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ്. CPM കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത് 12 സീറ്റെങ്കിലും കുറഞ്ഞത് അവർ 12 ജയിക്കും, 4 എന്നിട്ടും പറയുകയാണ് 4 എന്തായാലും ഉറച്ചത്. പിന്നെ ഒന്നും കൂടെ ചോദിച്ചാൽ വട്ടപൂജ്യത്തിലെത്തും.